ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. ഞങ്ങൾ ഇടുക്കി ജില്ലയുടെ പച്ചപ്പൊക്കെ കടന്ന്, തൊടുപുഴയൊക്കെ കടന്ന്, പാലയൊക്കെ കടന്ന് കോട്ടയം നഗരമധ്യത്തിലുള്ള ഒരു എക്സിബിഷൻ കാണാൻ പോയി. എക്സ്റ്റസി എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ കാണാൻ പോയിട്ടോ. അപ്പോൾ ഇത്രയും ദൂരം ഞങ്ങൾ താണ്ടി ഈ ഒരു എക്സിബിഷൻ കാണാൻ പോകാൻ മാത്രം എന്താണ് അതിലുള്ളത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ മൂത്ത 2 കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് 9 വയസ്സും 6 വയസ്സും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദ്യങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. ഇത്ര ഒരു ക്യൂരിയസ് ആയ ഒരു ഏജിൽ പല കാര്യങ്ങളും നമ്മൾ നേരിട്ട് കാണിച്ചു കൊടുക്കുന്നത് ഒരുപാട് ഗുണപ്പെടും. ഇപ്പോൾ നമ്മൾ മൊബൈലിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. എന്ത് കാര്യത്തിനെ പറ്റി വേണമെങ്കിലും അവർക്ക് അറിയാവുന്നത് അവർ സെർച്ച് ചെയ്യുന്നു, ഗൂഗിളിലെടുത്ത് നോക്കുന്നു. അതിനേക്കാളുപരി നേരിട്ട് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവാനും അതുപോലെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ കൂടട്ടെ എന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ ഈ ഒരു എക്സിബിഷന് പോകാമെന്ന് വിചാരിച്ചത്. അതുപോലെ പിന്നീട് തോന്നുമ്പോൾ പോയില്ലല്ലോ എന്ന് ഓർത്തൊരു വിഷമം വരണ്ടല്ലോ ഇത്ര അടുത്ത് വരുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു എക്സിബിഷൻ ഞങ്ങൾ പോയത്. അവധിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ 11 മണി തുടങ്ങി രാത്രി 10 മണി വരെയും, ഇനി വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ വൈകുന്നേരം 3 മണി തുടങ്ങി 10 മണി വരെയും ഉള്ള വളരെ സൗകര്യപ്രദമായ ഒരു സമയത്താണ് കേട്ടോ ഈ എക്സിബിഷൻ ഉള്ളത്. അപ്പോൾ ഈ എക്സിബിഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരുപാട് അവർക്ക് കുറേ സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാനും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയം കൂടെ മുന്നേ കണക്കാക്കിയാണ് ഈ ഒരു സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം ഒത്തിരി സെക്യൂരിറ്റികളും ഒക്കെ അവിടെ ഉണ്ട്. എങ്കിലും നല്ല തിരക്കുള്ള ഒരു സമയത്താണ് കേട്ടോ നമ്മൾ പോയത് ശനിയാഴ്ച അവധി ദിവസമായിരുന്നു. കയറി ചെല്ലുന്നത് തന്നെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഹാളിലേക്കാണ്. ഈ ഹാളിൽ ഒരുപാട് പൂക്കളുടെ ഒരു കളക്ഷൻ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവറാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ കാണുമ്പോഴേ നമ്മൾ തൊട്ട് നോക്കുമല്ലോ എന്ത് മെറ്റീരിയലാണെന്ന്. ഇത് തുണി കൊണ്ടുള്ള ഒരു കുറച്ച് ഫ്ലവർ അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ. പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. നല്ലൊരു അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. സൺഫ്ലവറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഇത് തുണിയല്ലേ, ക്ലോത്താ? ഭയങ്കര രസമല്ലേ ഇത് കാണാൻ? ഇതാണ് ഫാൻഡൗ. ഇതിന്റെ പേര് മറന്നുപോയി. ഹണി റോസ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്നൊക്കെ അവിടെ കണ്ടു കേട്ടോ. മുതിർന്നവർക്ക് 120 റുപ്പീസും കുട്ടികൾക്കാണെങ്കിൽ 80 രൂപ 80 റുപ്പീസും ഒക്കെയാണ് അവിടെ റേറ്റ് വെച്ചിരിക്കുന്നത്. റേറ്റ് വളരെ റീസണബിൾ ആയിട്ട് തോന്നി കേട്ടോ നമ്മൾ കയറുമ്പോൾ കാണുന്ന കാഴ്ചകൾ വെച്ച് നോക്കുമ്പോൾ. അത് പിങ്ക് അല്ല, അത് കല്ലിന്റെ റിഫ്ലക്ഷനാ. കാണാൻ പറ്റുന്നുണ്ടോ? ഓയ്യോ പാവ, ഇതിന് കാല് പൊട്ടിപ്പോയില്ലേ. കുറെ ദിവസമായിട്ട് ഇങ്ങനെ തൂങ്ങിയിരിക്കല്ലേ, അതുകൊണ്ടായിരിക്കും. ടോംസു ഫോട്ടോ നീ പഠിച്ചില്ല? റെഡ് ഫോട്ടോ കഴിഞ്ഞ വർഷം ഷാജഹാനും മുംതാസും ഒക്കെ. അല്ലല്ല, നരേന്ദ്രമോദിക്കുള്ള സ്ഥലമല്ല. ഇതിനകത്ത് മുംതാസ് എന്ന് പറഞ്ഞ ക്യൂവിന് വേണ്ടി ഷാജഹാൻ പണിത് ഒരു കൊട്ടാരവും പിന്നെ മരിച്ചുപോയി അവിടെ അടക്കം ചെയ്തേക്കണം മുംതാസിനെ. ഇരിക്കുന്നുണ്ട് അവിടെ പിരമിഡില്. ഓ, ഈ സ്റ്റിക്ക് വെച്ചേക്കുന്നുണ്ട് താഴെ സൈഡ്. ഈ ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള അക്വേറിയം നല്ല രസമാണ് കേട്ടോ കാണാൻ. മുമ്പ് ഒരിക്കലും നമ്മൾ ഈ ഒരു ടൈപ്പ് അക്വേറിയം കണ്ടിട്ടില്ല. നേരത്തെ നമ്മൾ പല ടൈപ്പ് ഫിഷ് കണ്ടെങ്കിലും ഇതിങ്ങനെ സർക്കിൾ ഷേപ്പിൽ ഫിഷ് ഇങ്ങനെ കറങ്ങി പോകുന്നത് കാണാനായിട്ട് നല്ല രസമാണ്. പല കളർ ഫിഷും കൂടെയാണ് ഇട്ടേക്കുന്നത്. എന്താ പറയുക, ഷേപ്സിൽ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? അല്ലല്ല, അതെ, ഇത് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? അകത്തൊരു സ്ക്വയർ, പിന്നെ ഇങ്ങനെ ഓരോ ഷേപ്സ് വെച്ച്. എന്നിട്ടാണ് പടം 10 രൂപയിലുള്ള പടമാണോ? ഗുഡ്. അറിയാം, പിങ്ക് ഫിഷ് അറിയാം, ഫേവറേറ്റ് കളർ. എവിടെ? അതെ, തോമസ് ഇത് കേട്ടോ. തോമസ് ഈ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണോ?
ഒരു കമ്പെടുത്ത് തലപ്പട ഇവിടെ ഇവിടെ ഈ ചാടും. അതുപോലെ നല്ല രസമായിട്ടില്ല അറേഞ്ച് ചെയ്തേക്കുന്നത്. പറക്കത്തളികയുടെ ലൈറ്റ് റെഡിയാക്കി കൊടുക്കുന്ന മനുഷ്യരെ കണ്ടോ? അതെ, ഏലിയൻസിന്റെ പറക്കത്തളിക കേടായിപ്പോയി. അപ്പൊ നന്നാക്കി കൊടുക്കാൻ ചേട്ടന്മാരെ. എന്തോ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ എത്തുന്ന ഒരു ഹാളിലേക്കാണ്. അവതാറിൻ്റെ സെറ്റ് ഇട്ടിരിക്കുന്ന പോലെയുള്ള ഒരു ഹാളിലേക്കാണ് കേട്ടോ നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റും ഒക്കെ അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പെയിൻ്റൊക്കെ ആണെങ്കിലും രാത്രിയിൽ തിളങ്ങുന്ന ടൈപ്പ് പെയിൻ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ആ ഒരു വേൾഡിലെത്തിയ പോലത്തെ കറക്റ്റ് ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ആ ഒരു ഹാളിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത്. ഡ്രാഗണെ സ്വന്തമാക്കിയതാണ്. ഡ്രാഗണെ സ്വന്തമാക്കാൻ ശരിക്കും മനുഷ്യനായിരുന്നു ആ ചേട്ടൻ. ഇനി എക്സിബിഷനൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ചെറിയ സ്റ്റാളുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പം നമ്മളിവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. അതുപോലെ ഇവിടെ നിന്ന് കുട്ടികൾ ഷുഗർ കെയിൻ ജ്യൂസൊക്കെ കുടിച്ചിട്ടു. നല്ല ഇഞ്ചിയും നാരങ്ങ നീരൊക്കെ ഒഴിച്ച് നല്ല അവർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ 2 തവണ അത് വാങ്ങിച്ച് കുടിച്ചു കേട്ടോ. അപ്പം ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് എക്സിബിഷനൊക്കെ കണ്ട് രാത്രിയായപ്പോഴത്തേക്കും ഇവിടെ അടുത്ത് നമ്മുടെ പള്ളിയിൽ പെരുന്നാളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നാഗപ്പുഴ പള്ളിയിലൊക്കെ പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പം ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി തീരുകയാണ്. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോസും കൂടെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.